കേരളത്തിൽ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF-നായാലും LDF-നായാലും BJP-ക്കായാലും ഒരുപോലെ അതിനിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും 2 തവണ ചേർത്ത് അധികാരത്തിൽ വന്ന LDF പാർട്ടി മൂന്നാമത്തെ തവണയും തിരഞ്ഞെടുപ്പിനെ നേരിടാനായി പോകുന്നു. 2 തവണ അധികാരത്തിന് പുറത്തായി പോയ UDF സർക്കാർ മൂന്നാമത്തെ തവണയെങ്കിലും അധികാരം പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്ന UDF സർക്കാർ. അതേസമയം BJP-ക്ക് നിലവിൽ ഇവിടെ ഒരു സീറ്റുകളും ഇല്ല നിയമസഭയിൽ. സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി മാറുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് BJP സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ജനങ്ങൾ ഏത് തരത്തിലാണ് വിധി എഴുതുന്നത്? ജനങ്ങൾ തീർച്ചയായിട്ടും 2 തവണ അധികാരത്തിൽ വന്നു. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം വലിയ തോതിൽ LDF-നെതിരെ ഉണ്ട് എന്നുള്ള തരത്തിലോട്ടുള്ള കാര്യങ്ങളൊക്കെ മാറുമ്പോഴത്തേക്ക് പോലും LDF മൂന്നാമത്തെ പ്രാവശ്യം വീഴുമോ അതോ വാഴുമോ? UDF-ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ? BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ എന്ന വലിയൊരു ചോദ്യം. ഇതിൽ ശരിക്കും പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും LDF-നെ നേരിടാനായിട്ട് UDF പ്രാപ്തമാകാത്തത് എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം UDF ഇപ്പോഴും ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ള കാര്യമാണ് വ്യക്തം. LDF-നെതിരെയായിട്ടുള്ള പല ഭരണവിരുദ്ധ വികാരങ്ങളും ആളിക്കത്തിക്കാനോ അത് അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തോതിലുള്ള അനുകൂല തരംഗം UDF-നോട്ട് മാറ്റാനായിട്ടോ UDF-ന് ഒരു പരിധിയിൽ കവിഞ്ഞ് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കാരണം UDF തങ്ങൾ മൂന്നാമത്തെ തവണയും അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ തന്നെ ഒരു പൂർണ്ണ വിശ്വാസം ശരിക്കും പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു 50-50 ചാൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ തങ്ങളൊരു വലിയ തരംഗമുണ്ടാക്കിക്കൊണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനവ് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്നൊക്കെ വിചാരിക്കുന്നത് ശരിക്കും UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആനമണ്ടത്തരമായി പോകുമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്. കാരണം LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൂന്നാമത്തെ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴത്തേക്കും സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് LDF-നെ പൂർണ്ണതോതിൽ തളർത്താനോ അല്ലെങ്കിൽ പൂർണ്ണതോതിൽ തകർത്തെറിയാനോ ആയിട്ട് UDF-ന് സാധിക്കത്തില്ല എന്നുള്ളതാണ് ചില കണക്കുകളിൽ നിന്നും മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളം 2026 തെരഞ്ഞെടുപ്പ് ഒരു തൂക്കുസഭയിലോട്ടാണോ പോകുന്നത് എന്ന് വരെ സംശയിക്കേണ്ട തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷന്. നിലവിൽ ഇന്നലെ വന്ന റിസൾട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പോലും, അതായത് ഇന്നലെ 28ഓളം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പോലും LDF-ന് ഇപ്പോഴും ഒരു മേൽക്കൈ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനും ഒക്കെ ഇനി കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ നടന്ന ഒരു അവസാന അല്ലെങ്കിൽ അന്തിമഘട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞ. അതിൽ പോലും LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചു. ഇപ്പോഴും അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. കാരണം ഇതിൽ നിന്നും വ്യക്തമാണ് LDF-നെ പൂർണ്ണ തോതിൽ തകർക്കാനായിട്ട് UDF-ന് ഒരിക്കലും സാധ്യമാകത്തില്ല 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം വ്യക്തമാകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ കൂടി UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന് മേൽ വലിയ തോതിലുള്ള, ചെറിയ തോതിലെന്നല്ല വലിയ തോതിലുള്ള ഒരു മേൽക്കൈ നിലനിർത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അങ്ങേയറ്റം വിയർക്കേണ്ടി വരും UDF എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ UDF പേടിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് LDF BJP തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായിട്ടുണ്ടോ എന്ന് UDF വളരെ വലിയ തോതിൽ ആശങ്കപ്പെടുകയാണ്. അത് VD സതീശൻ തന്നെ തുറന്നടിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോൾ LDF-ന്റെ ഭാഗത്ത് നിന്ന്, ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ചില പരാമർശങ്ങളൊക്കെ തന്നെ BJP-യെ പൊക്കിപ്പറയുന്ന തരത്തിലായിരുന്നു. അതായത് CPM തന്നെ പറയുന്നു മോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല, മുൻപ് പറഞ്ഞത് തിരുത്തി, അസാധാരണ രഹസ്യരേഖ
ഈ ഒരു തരത്തിലുള്ള വാർത്തകൾ ശരിക്കും പറഞ്ഞാൽ UDFനെ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം പുറത്തു വരുമ്പോഴത്തേക്കും ഇത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത്? ഈ ഒരു കാര്യം പുറത്തു വന്നതിൽ പിന്നാലെ മോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് ടാഗ് ഒഴിവാക്കിയതിന് പിന്നാലെ CPIM BJP ബന്ധമുണ്ടെന്നാണ് കേരള കോൺഗ്രസ് ആരോപിക്കുന്നത് തന്നെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് അല്ലെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞതിന് കോൺഗ്രസ് വിമർശിക്കുകയുമുണ്ടായി. CPIM BJPയുമായി രഹസ്യമായി സഖ്യത്തിൽ ഏർപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, കോൺഗ്രസ് വല്ലാതെ പേടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം BJP CPM ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണെങ്കിൽ അവർക്ക് മൂന്നാമത്തെ തവണ അധികാരത്തിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു വാതിൽ അടയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന് 100% അടിവരയിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വോട്ടുകൾ മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അതായത് കോൺഗ്രസിന് അനുകൂല ഘടകമായി നിൽക്കുന്ന സ്ഥലത്തെ വോട്ടുകളൊക്കെ തന്നെ അത് ഈ പറയുന്ന തരത്തിൽ BJP CPM ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിന് തിരിച്ചടിയായിട്ടേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അതോടൊപ്പം തന്നെ BJPക്ക് ഇവിടെ സീറ്റുകളിലും വർധനവുണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യും. കോൺഗ്രസിന് മൂന്നാമത്തെ തവണയും പ്രതിപക്ഷത്തേക്ക് തന്നെ ഇരിക്കേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഇത് ശരിക്കും പറഞ്ഞാൽ നിലവിൽ കോൺഗ്രസ് വളരെയധികം പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല BJP ആഗ്രഹിക്കുന്നതും കോൺഗ്രസിനെ പ്രതിപക്ഷത്ത് തന്നെ ഇരുത്തണമെന്ന് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അവർക്ക് ഇത്തവണ അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ഔട്ടാണ്. എല്ലായിടത്തു നിന്നും അധികാരമില്ലാത്തൊരു പാർട്ടിയായിട്ട് പിന്നെ LDF മാറിക്കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുക, കേരളത്തിൽ ഭരണം നിലനിർത്തുക എന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം ഏത് വിധേനയും അത് നടത്തിയെടുക്കേണ്ട കാര്യം തന്നെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള കളികൾ 2026 തെരഞ്ഞെടുപ്പിൽ നടന്നു കഴിഞ്ഞാൽ UDF പെട്ടുപോകുമെന്ന കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, ഇനിയൊരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില സർവേകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടാകും. അതിൽ തന്നെ UDFന് വലിയ തരംഗമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല, സീറ്റുകളുടെ കാര്യത്തിൽ കുറച്ച് വർധന വരുമെന്ന് തന്നെയാണ് പറയുന്നത്. നിലവിലത്തെ ചില കണക്കുകളൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ തന്നെയും ഇവിടെ നിലവിൽ ഈ പറയുന്ന തരത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു 62 സീറ്റിനും 70 സീറ്റിനും ഉള്ളിൽ നേടാനായിട്ടുള്ള ചാൻസാണ് നിലവിൽ കാണുന്നത്. അതേസമയം LDFനെ സംബന്ധിച്ചിടത്തോളം ആയാൽ പോലും അവർ പൂർണ്ണ തോതിൽ തകരുന്നില്ല. എന്തായാലും കഴിഞ്ഞ തവണ ഒരു 100ഓളം സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. പക്ഷേ ഇത്തവണ അത്രയൊന്നും പോകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഒരു 55നും 65 സീറ്റുകൾക്കും ഇടയിൽ LDF വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം 2 മുതൽ 5 സീറ്റുകൾ വരെ വരാനും സാധ്യത കാണുന്നുണ്ട്. അതായത് ഒരു തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിലവിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് കരുതി നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോയി കഴിഞ്ഞാൽ എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് വ്യക്തമാവുന്നത്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ നേടി, അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്ര സീറ്റുകൾ നേടുമെന്നുള്ള ഒരു അന്ധമായ വ്യാമോഹമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ അവർ അതിൻ്റെ പാഠം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം നമ്മൾ 2019 തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേടിയ ഒരു നേട്ടമെന്ന് പറയുന്നത് ഈ പറയുന്ന കോൺഗ്രസ് 19 സീറ്റുകളോളം നേടി, ഒരു സീറ്റിൽ മാത്രം LDFന് ഒതുങ്ങേണ്ടി വന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് LDF തകർന്ന് തരിപ്പണമാകുമെന്നാണ്. പക്ഷേ 2021 വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? രണ്ടാമത്തെ തവണ, ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത്തെ തവണ അധികാരത്തിൽ വന്ന് ഒരു പാർട്ടിയായിട്ട് LDF മാറി. അതുമാത്രമല്ല, സീറ്റുകളുടെ കാര്യത്തിൽ പോലും 100ഓളം സീറ്റുകൾ നേടുന്ന തരത്തിലോട്ട് LDF 2021 മാറി. അത്രത്തോളം വലിയ തോതിൽ ഭരണവിരുദ്ധ വികാരം ആ സമയത്തും ഉണ്ടായിരുന്ന ഒരു ഘട്ടം തന്നെയായിരുന്നു. LDF ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തരിപ്പണമാകുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ മാറിയിട്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു നേട്ടം LDF സ്വന്തമാക്കിയത്. പക്ഷേ ഇത്തവണ അത് അത്രത്തോളം ഒന്നും എത്തത്തില്ലെങ്കിൽ പോലും അവർ പൂർണ്ണ തോതിൽ തകരാനായി പോകുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ ഒരു തൂക്കുസഭയിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയെന്ന് വരാം. അതോടൊപ്പം തന്നെ UDFന് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് BJP നീക്കങ്ങളും മാറിയെന്ന് വരാം. കാരണം BJP LDF തമ്മിലുള്ള ഒരു നീക്കം കാര്യങ്ങളെല്ലാം ആ ഒരു തരത്തിലോട്ട് മാറിക്കഴിഞ്ഞാൽ അത് UDFനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായി മാറുന്ന കാര്യങ്ങൾ മാറും. അത് ഒരു തൂക്കുസഭയിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയെന്ന് വരാം. എന്തായാലും 2026 തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്
മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും അതിനിർണായകം തന്നെയാണ്. അതിൽ തീർച്ചയായിട്ടും UDF വിചാരിക്കുന്ന പോലെ, അതായത് തങ്ങൾ ചുമ്മാതിരുന്നാൽ മതി, തങ്ങൾക്ക് വോട്ട് ഇപ്പോൾ കിട്ടും, ഞങ്ങൾ 2026 അധികാരത്തിൽ വരുമെന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾ മാറ്റിവെച്ച് ഗ്രൗണ്ടിൽ ഇറങ്ങി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിൽ മാത്രമേ 2026 എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് നിലവിൽ സാധ്യതയുള്ളൂ. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ UDFന് മാറിയെന്ന് വരാം. കാരണം നിലവിൽ തന്നെ ഈ പറയുന്ന UDFലെ പല നേതാക്കളും തമ്മിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒത്തൊരുമിച്ചുകൊണ്ട് നീങ്ങാനായിട്ട് UDFന് നിലവിലും സാധിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരായ്മ തന്നെയാണ് എന്ന കാര്യം ഉറപ്പാണ്. ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് ഈ ഒരു 2026 തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് UDF തയ്യാറായില്ലെങ്കിൽ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമല്ല സംഭവിക്കാൻ പോകുന്നത്, വലിയൊരു തിരിച്ചടിയിലേക്ക് വരെ കാര്യങ്ങൾ പോയെന്ന് വരാം. എന്തായാലും കാത്തിരിക്കാം 2026 തെരഞ്ഞെടുപ്പിൽ UDFന് എന്താണ് ജനങ്ങൾ നൽകാൻ പോകുന്നത്. പ്രതിപക്ഷത്തായിരിക്കുമോ, ഭരണപക്ഷത്തേക്ക് എത്തുമോ, അത് ഇനി ഇപ്പോൾ LDFന്റെ ഭാഗത്ത് നിന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ പറയുന്ന തരത്തിൽ അവർക്ക് ഭരണം നിലനിർത്താൻ സാധിക്കുമോ, അതോ എല്ലാ തോതിലും ഭരണമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഇന്ത്യയിൽ കംപ്ലീറ്റ് മാറുമോ, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വീണ്ടും ഒരു ചരിത്രം ഉണ്ടാക്കുമോ, ഈ പറയുന്ന തരത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമോ, അതല്ല വീണ്ടും സീറ്റൊന്നും ഇല്ലാതെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.